കൂട്ടുകാരെ ടൈം വർക്കിലെ കുറച്ച് എളുപ്പമുള്ള കണക്ക് നമുക്ക് ഇന്ന് ചെയ്യാം. ഇഫ് 10 men or 20 boys can make 260 shirts in 20 days, then how many shirts will be made by 8 men and 4 boys in 20 days? അതായത് 10 men അല്ലെങ്കിൽ 20 ബോയ്സ് ഇവർക്ക് 20 ദിവസം കൊണ്ട് 260 ഷർട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 8 മെന്നും 4 ബോയ്സും കൂടെ ചേർന്നാൽ 20 ദിവസം കൊണ്ട് എത്ര ഷർട്ട് ഉണ്ടാകാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, 10 മെന്നിന് 20 ദിവസം കൊണ്ട് 260 ഷർട്ട് ഉണ്ടാക്കാൻ പറ്റും. 20 ബോയ്സിന് 20 ദിവസം കൊണ്ട് 260 ഷർട്ട് ഉണ്ടാക്കാൻ പറ്റും. ചോദിച്ചേക്കുന്നത് 8 മെന്നും 4 ബോയ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് എത്ര ഷർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ പറഞ്ഞേക്കുന്ന നമ്പർ ഓഫ് ഡേയ്സും സെക്കൻഡ് കേസിൽ പറഞ്ഞേക്കുന്ന നമ്പർ ഓഫ് ഡേയ്സും സെയിമാണ്. അപ്പോൾ നമുക്ക് ഈ ഡേയ്സ് ഇനി നോക്കണ്ട, കാരണം രണ്ടിടത്തും ഡേയ്സ് സെയിം അല്ലേ. ഇനി വർക്ക് മാത്രം നോക്കിയാൽ മതി. ഇനി നോക്കി, 10 മെന്ന് 20 ദിവസം കൊണ്ട് 260 ഷർട്ട് ഉണ്ടാക്കും. 20 ബോയ്സ് 20 ദിവസം കൊണ്ട് 260 ഷർട്ട് ഉണ്ടാക്കും. അപ്പോൾ 10 മെൻ ചെയ്യുന്ന വർക്കും 20 ബോയ്സ് ചെയ്യുന്ന വർക്കും സെയിം അല്ലേ. ഇവിടെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൻ ഈക്വൽ ടു 2 ബോയ്സ് എന്ന് കിട്ടും. മെൻ ഈക്വൽ ടു 2 ബോയ്സ്. ഇവിടെ ചോദിച്ചേക്കുന്നത് 8 മെന്നും 4 ബോയ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര വർക്ക് ചെയ്യുന്നല്ലേ. 8 മെന്നും 4 ബോയ്സും. നമുക്ക് ഇവരെ ഒറ്റ യൂണിറ്റിലേക്ക് കൊണ്ടുവരാം. ഒന്നുകിൽ ഇതിനെ മൊത്തം മെന്നാക്കാം, അല്ലെങ്കിൽ ഇതിനെ മൊത്തം ബോയ്സ് ആക്കാം. അപ്പോൾ നമ്മളിത് മൊത്തം മെന്നാക്കുവാണെങ്കിൽ ഈ 4 ബോയ്സിനെ മെന്നാക്കണം. 2 ബോയ്സ് 1 എം. അപ്പം 4 ബോയ്സ് എന്ന് പറഞ്ഞാൽ 2 എം അല്ലേ. അപ്പോൾ ഇത് 2 എം. അപ്പോൾ 8 മെൻ 2 മെൻ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 മെൻ എന്ന് കിട്ടും. അപ്പോൾ 10 മെൻ 20 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. ചോദ്യത്തിൽ 10 മെൻ 20 ദിവസം കൊണ്ട് 260 ഷർട്ട് ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആ 10 മെൻ തന്നെ ഇവിടെ. അപ്പോൾ 260 ആണ് നമ്മുടെ ആൻസർ. ഇതിപ്പോൾ ബോയ്സ് ആയിട്ട് ചെയ്യുവാണെങ്കിലും സെയിം ആൻസർ കിട്ടത്തുള്ളൂ. നോക്കുക, 8 മെൻ ആൻഡ് 4 ബോയ്സ്. ഈ 8 മെന്നിനെ ബോയ്സ് ആക്കണം. 1 മെൻ എന്ന് പറഞ്ഞാൽ 2 ബോയ്സാണ്. അപ്പോൾ 8 മെൻ എന്ന് പറഞ്ഞാൽ 16 ബോയ്സ്. അപ്പോൾ 16 ബോയ്സ് ഇവിടെ 4 ബോയ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 20 ബോയ്സ്. അപ്പോൾ 20 ബോയ്സ് 20 ദിവസം കൊണ്ട് എത്ര വർക്ക് ഉണ്ടാക്കും. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 20 ബോയ്സ് 20 ദിവസം കൊണ്ട് 260 ഷർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 260 തന്നെയാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എയ്തർ 8 men or 17 women can paint a wall in 33 days. 8 മെന്ന് അല്ലെങ്കിൽ 17 വുമൺ ഇവർക്ക് ഒരു വാള് 33 ദിവസം കൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു പെയിൻറ്റ് 3 such walls by 12 men and 24 women working at the same rate is. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12 മെന്നും 24 വുമണും കൂടെ ചേർന്ന് അങ്ങനത്തെ 3 വാൾസ് പെയിൻറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, 8 മെൻ അല്ലെങ്കിൽ 17 വുമൺ ഒരു വാൾ 33 ദിവസം കൊണ്ട് ചെയ്യും. അതായത് 8 മെൻ 30 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 17 വുമൺ 30 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ 8 മെൻ ചെയ്യുന്ന വർക്കും 17 വുമൺ ചെയ്യുന്ന വർക്കും സെയിമാണ്. അപ്പോൾ മെൻ ബൈ വുമൺ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 17/8 എന്ന് കിട്ടും. ഇത് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയാണ്. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. 8 മെൻ 33 ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നത്, അല്ലെങ്കിൽ 17 വുമൺ 33 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നത്. ആരെങ്കിലും എടുത്താൽ മതി ടോട്ടൽ വർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ 8 മെൻ 33 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 17 വുമൺ 33 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. രണ്ട് സെയിം തന്നെ കിട്ടും. നോക്കിയോ, മെന്നിൻ്റെ എഫിഷ്യൻസി 17ആണ്. അപ്പോൾ ഇത് 8 × 17 × 33 കിട്ടും. ഇവിടെ വുമണിൻ്റെ എഫിഷ്യൻസി 8ആണ്. അപ്പോൾ ഇത് ഇവിടെ 8, 17, 33 8, 17, 33 കിട്ടും. കണ്ടോ, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് 12 മെന്നും 24 വുമണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുന്ന. അപ്പോൾ 12 മെന്നും 24 വുമണും ചേർന്ന ഒരു ദിവസം എത്ര ചെയ്യും. ഇവരുടെ എഫിഷ്യൻസി 17 8 മെന്ന് 17, വുമൺ 8. അപ്പോൾ 12 × 17 പ്ലസ് 24 × 8 12 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 17 പ്ലസ് ഇവിടെ 2 വരും, 8 × 16 16ഉം 17ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 33 വരും. അപ്പോൾ 12 × 33 ടോട്ടൽ 1 ഡേ വർക്ക്. ടോട്ടൽ വർക്ക് ഇതാ 8 × 17 × 33. ടോട്ടൽ 1 ഡേ വർക്ക് ഇതാ 12 × 33. ഇത് ചെയ്താൽ മതി ആൻസർ കിട്ടാനായിട്ട്. ഈ 33 പോകും. 4 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 വരും, ഇവിടെ 3 വരും. 17 × 2 ചെയ്ത് കഴിഞ്ഞാൽ 34/3 വരും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 20 men or 24 women can complete a piece of work in 20 days. 20 മെൻ അല്ലെങ്കിൽ 24 വുമൺ ഇവർക്കൊരു വർക്ക് തീർക്കാൻ 20 ദിവസം മതി. ഇഫ് 30 men and 12 women undertake to complete the work, the work will be completed in. അതിനാണെങ്കിൽ 30 മെന്നും 12 വുമണും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുമെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, 20 മെന്നിന് വർക്ക് തീർക്കാൻ 20 ദിവസം വേണം.
അല്ലെങ്കിൽ 24 വുമണിന് വർക്ക് തീർക്കാൻ 20 ദിവസം വേണം. അപ്പോൾ 20 മെൻ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കും 24 വുമൺ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കും സെയിം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മെൻ ബൈ ഡബ്ല്യു റേഷ്യോ കിട്ടും. ഇത് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ ആയിരിക്കും. ഇത് 24, ഇത് 20. 4 വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 6ഉം ഇവിടെ 5ഉം വരും. 6 24 4 20. അപ്പോൾ ഇവർ എഫിഷ്യൻസി കിട്ടി 6ഉം 5ഉം. മെൻ ഒരു ദിവസം 6 വർക്ക് ചെയ്യും, വുമൺ ഒരു ദിവസം 5 വർക്ക് ചെയ്യും. നമുക്ക് ഇവിടെ നിന്ന് ഇവരുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എന്താ? ഒന്നുകിൽ 20 മെൻ 20 ദിവസം കൊണ്ട് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ 24 വുമൺ 20 ദിവസം കൊണ്ട് ചെയ്യുന്നവർക്ക്. രണ്ട് സെയിം ആയിരിക്കും. എങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. 20 ഇൻറ്റു മെൻ എടുക്കുക. മെൻ്റെ എഫിഷ്യൻസി 6, 20 മെൻ 20 ദിവസം കൊണ്ട് ചെയ്യുന്നവർക്ക് 2 4 4 24 2400 കിട്ടും നമ്മുടെ ടോട്ടൽ വർക്ക്. ഇനി വുമൺ എടുത്താലും സെയിം തന്നെ കിട്ടത്തുള്ളൂ. നോക്കി, 24 വുമൺ 20 ദിവസം കൊണ്ട് ചെയ്യുന്നവർക്ക്. വുമൻ്റെ എഫിഷ്യൻസി 5. 24 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 2 10 2 120 കിട്ടും. 120 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 240. പിന്നെ ഒരു 0 കൂടെ ഇടുക. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി 2400. ഇനി നമുക്ക് ഈ 30 മെന്നിൻ്റെയും 12 വുമണിൻ്റെയും 1 ഡേ വർക്ക് കണ്ടുപിടിക്കാം. ഇവർ എഫിഷ്യൻസി ഉണ്ടല്ലോ 6ഉം 5ഉം. അപ്പോൾ 30 മെന്ന് 12 വുമൺ. ഇവരുടെ 1 ഡേ വർക്ക്, ടോട്ടൽ 1 ഡേ വർക്ക് കണ്ടുപിടിക്കാം. മെന്നിൻ്റെ എഫിഷ്യൻസി 6, വുമണിൻ്റെ എഫിഷ്യൻസി 5. 30 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ 180. 12 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 60. രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 240 കിട്ടും. അപ്പോൾ ടോട്ടൽ വർക്ക് 2400, ടോട്ടൽ 1 ഡേ വർക്ക് 240. ഇനി ഇത് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്പർ ഡേയ്സ് കിട്ടാനായിട്ട് ഇപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ഹേമന്ത് കോൺട്രാക്റ്റഡ് ടു ഫിനിഷ് എ വർക്ക് ഇൻ 62 ഡേയ്സ്. ഹേമന്ത് 62 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞൊരു പണി ഏറ്റെടുത്തു. ഹി എംപ്ലോയ്ഡ് 32 മെൻ ടു വർക്ക്, ബട്ട് 1/3 ഓഫ് ദ വർക്ക് ഹാസ് ഡൺ ഇൻ 30 ഡേയ്സ്. പുള്ളി 32 പേരെ പണിക്ക് കൊണ്ടുവന്നു. പക്ഷേ 30 ദിവസം കഴിഞ്ഞപ്പോൾ വർക്കിൻ്റെ 1/3 ഭാഗമേ കഴിഞ്ഞുള്ളൂ. ഹൗ മെനി അഡീഷണൽ മെൻ വുഡ് ബി എംപ്ലോയ്ഡ് സോ ദാറ്റ് റിമൈനിങ് വർക്ക് ബി ഫിനിഷ്ഡ് ഇൻ ഗിവൺ ഡ്യൂറേഷൻ. ഇനി സമയത്തിന് വർക്ക് തീർക്കാനായിട്ട് എത്ര പേരെ കൂടുതൽ കൊണ്ടുവരണമെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് മെൻ ഇൻറ്റു ടൈം ബൈ വർക്ക് ഈക്വൽ ടു മെൻ ഇൻറ്റു ടൈം ബൈ വർക്ക്. അപ്പോൾ ആദ്യത്തെ കേസിൽ പുള്ളി എത്ര ആൾക്കാരെ കൊണ്ടുവരുന്നത്? 32 പേരെ കൊണ്ടുവരും. ഇനി ടൈം എത്ര ദിവസം പണിതു? 30 ദിവസം പണിതു. എത്ര വർക്ക് തീർന്നു? 1/3 വർക്ക്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ വർക്ക് 3 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ 1/3 ആദ്യം കഴിഞ്ഞുള്ളൂ. അതായത് 1 ആദ്യം കഴിഞ്ഞുള്ളൂ. ഇനി രണ്ടാമത്തെ കേസിൽ എത്ര പേരുണ്ട്? പുള്ളി അഡീഷണൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ് എക്സ് എടുക്കുക. അപ്പോൾ ഇപ്പോൾ 32 + x ഇത്ര ആൾക്കാരുണ്ട്. ഇവർ എത്ര ദിവസം പണിയും? അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് പണി തീർക്കണം? മൊത്തം 62 ദിവസം നമ്മൾ ഏറ്റേക്കുന്നത്. ഇപ്പോൾ 30 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി 32 ദിവസം കൂടെ ഉണ്ട്. ഇനി വർക്ക് എന്തോരം ഉണ്ട്? ഇനി ബാക്കി മൊത്തം 3 ഉണ്ടായിരുന്നു. അതിനകത്ത് 1 ആണ് ആദ്യം കഴിഞ്ഞുള്ളൂ. ഇനി 2 ഇല്ലേ? ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 32 ഉണ്ട്, ഇവിടെ 32 ഉണ്ട്. ഈ രണ്ടും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 60 ആവും. 60 = 32 + x. അപ്പോൾ x = എത്രയാണെന്ന് കിട്ടും? 28 എന്ന് കിട്ടും. 32ഉം 20 52, 52 × 60. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷണൽ കൊണ്ടുവരുന്ന എത്ര പേരെയാണ്? 28 പേരെ. ക്ലിയർ ആണല്ലോ? അടുത്തത് എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 ഡേയ്സ്. എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 12 ദിവസം കൊണ്ട് വർക്ക് തീരും. എ അലോൺ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഇൻ 20 ഡേയ്സ്. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് വർക്ക് തീരും. ഇഫ് ബി ഡസ് ദ വർക്ക് ഹാഫ് എ ഡേ ഡെയിലി, ദെൻ ഹൗ മെനി ഡേയ്സ് എ ആൻഡ് ബി ടുഗദർ വിൽ കംപ്ലീറ്റ് ദ വർക്ക്. അതായത് എ ഇപ്പോൾ ബി ഒരു ദിവസം പകുതി വർക്കേ ചെയ്യുന്നുള്ളൂവെങ്കിൽ എയും ബി ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. ടോട്ടൽ വർക്ക് കിട്ടാനായിട്ട് ഇവർ LCM എടുക്കുക. LCM 60. അപ്പോൾ എയുടെയും ബിയുടെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5, എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. നോക്കി, എ ഒരു ദിവസം 3 യൂണിറ്റ് ചെയ്യും, എയും ബിയും ചേർന്ന് കഴിഞ്ഞാൽ 5 യൂണിറ്റ് ചെയ്യും. അപ്പോൾ ബി ഒരു ദിവസം എത്ര യൂണിറ്റ് ചെയ്യുന്നത്? 2 അല്ലേ? 3 2 കൂട്ടുമ്പോഴല്ല 5 കിട്ടുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് ബി ഒരു ദിവസം ബി ചെയ്യുന്ന വർക്കിൻ്റെ പകുതിയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ പുള്ളി ഒരു ദിവസം 2 യൂണിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പുള്ളി 1 യൂണിറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ എയും ബിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീരുന്നത് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നോക്കി, ബി ഒരു ദിവസം 1 ചെയ്യും, എ ഒരു ദിവസം 3 ചെയ്യും. 3 1 4 ഒരു ദിവസം കൊണ്ട് തീരും. മൊത്തം 60 അല്ലേ? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 15 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 20 ആൻഡ് 10 ഡേയ്സ്. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് വർക്ക് തീരും. ബി ഒറ്റയ്ക്ക് നിന്നാൽ 20 ദിവസം കൊണ്ട് വർക്ക് തീരും. സി ഒറ്റയ്ക്ക് നിന്നാൽ 10 ഡേയ്സ് കൊണ്ട് വർക്ക് തീരും. എ ഈസ് അസിസ്റ്റഡ് ബൈ ബി ഓൺ 1 ഡേ ആൻഡ് സി ഓൺ ദ നെക്സ്റ്റ് ഡേ ഓൾട്ടർനേറ്റ്ലി. അതായത് ആദ്യത്തെ ദിവസം എയും ബിയും കൂടെ വർക്ക് ചെയ്യും, അടുത്ത ദിവസം എയും സിയും കൂടെ വർക്ക് ചെയ്യും. ഹൗ ലോങ് ദ വർക്ക് ടേക്ക് ടു ഫിനിഷ്? അങ്ങനെയാണ് എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുന്നത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. ടോട്ടൽ വർക്ക് ഇവരുടെ LCM ആയിരിക്കും 30 അല്ലേ? 60 ആണ് ഇവരുടെ LCM. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2,
ബി ഡെഫിഷ്യൻസി 3, സി ഡെഫിഷ്യൻസി 6. അപ്പോൾ ആദ്യത്തെ ദിവസം എയും ബിയും വർക്ക് ചെയ്യുന്നത്. എയും ബിയും 2, 3, 5 വർക്ക് ചെയ്യും. രണ്ടാമത്തെ ദിവസം എയും സിയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ടോട്ടൽ ഡെഫിഷ്യൻസി പറഞ്ഞാൽ 6, 2, 8. അപ്പോൾ 2 ദിവസം കൊണ്ട് 8, 5, 13 വർക്ക് തീരും. ടോട്ടൽ 60 അല്ലേ? 13 ഇനി 60 ആക്കണം. 13 × 5 ഇത് 65. അപ്പോൾ 13 × 4 ചെയ്യുക. ഇവിടെ 4. അപ്പോൾ 4, 8 ഡേ. 8 ഡേ കൊണ്ട് 40, 12, 52 യൂണിറ്റ് വർക്ക് തീരും. ഇനി 9ാമത്തെ ദിവസം എയും ബിയും എയും ബി ചേർന്ന് കഴിഞ്ഞാൽ 5 വർക്ക്. അപ്പോൾ 52, 5, 57 ആവും. അപ്പോൾ ഇപ്പോൾ 9 ദിവസം കഴിഞ്ഞു, 57 യൂണിറ്റ് വർക്ക് കഴിഞ്ഞു. മൊത്തം 60 അല്ലേ? ഇനി 3 യൂണിറ്റ് വർക്ക് കൊണ്ട് തീർന്നാൽ മതി. ഇനി അടുത്ത 10ാമത്തെ ദിവസം ഫുൾ എടുത്തു കഴിഞ്ഞാൽ എത്ര വർക്ക് എടുക്കും? അടുത്ത ദിവസം എയും സിയും അല്ലേ? എയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 8 വർക്കാണ്. അപ്പോൾ അടുത്ത ഒരു ദിവസം കൊണ്ട് 8 വർക്ക് തീരും. ശരിക്കും 8 വർക്ക് വേണോ? 3 വർക്ക് പോരെ? അപ്പോൾ ഇതിനെ 3/8 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെയും 3/8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8 കിട്ടുമ്പോൾ 3 വർക്ക് എന്ന് കിട്ടും. 1 ഡേ ഇൻറ്റു 3/8 ചെയ്യുക. അപ്പോൾ 3/8 ഡേ എന്ന് കിട്ടും. അപ്പോൾ മൊത്തം 9 ദിവസവും അതിൻ്റെ കൂടെ ഒരു 3/8 ഡേയിലെ വർക്കും കൂടെ മതി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആൻസർ. എ ബി ആൻഡ് സി അണ്ടർടേക്ക് ടു കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഫോർ RS 1200. എയും ബിയും സിയും കൂടെ ചേർന്നിട്ട് 1200 രൂപയ്ക്ക് ഒരു വർക്ക് തീർക്കാമെന്ന് പറഞ്ഞൊരു വർക്ക് കേൾക്കുവാണ്. എ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 8 days. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 8 ദിവസം കൊണ്ട് പണി തീരും. ബി ഇൻ 12 days. ബി ഒറ്റയ്ക്ക് നിന്നാൽ 12 ദിവസം കൊണ്ട് പണി തീരും. സി ഇൻ 16 days. സി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 16 days കൊണ്ട് പണി തീരും. ദേ കംപ്ലീറ്റ് ദ വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡി ഇൻ 3 days. അപ്പോൾ ഇവരുടെ കൂടെ ഡിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് പണി തീരും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇവർ 4 പേരും കൂടെ ചേർന്ന് 3 ദിവസം കൊണ്ട് പണി തീർക്കും. വാട്ട് ഡസ് ഡി ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഡിക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത കണക്കുകളിൽ ഈ എമൗണ്ട് ഡിവൈഡ് കൊടുക്കുന്ന റേഷ്യോ പറഞ്ഞായിരുന്നു. നമ്മൾ എഫിഷ്യൻസിയുടെ റേഷ്യോയിലാണ് നമ്മളിത് ഡിവൈഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ കയ്യിൽ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. എന്നിട്ട് ടോട്ടൽ വർക്ക് എടുക്കുക, എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി റേഷ്യോയിൽ പൈസ ഡിവൈഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ LCM ആയിരിക്കും. അപ്പോൾ ഇവിടെ 8 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്, 3 ഉണ്ട്. LCM എടുക്കാൻ ഏറ്റവും വലിയ നമ്പർ എടുക്കുക 16. 16ൽ 8 പോവും, 12 പോകത്തില്ല. 12 എന്ന് പറഞ്ഞാൽ 4 × 3, 16 എന്ന് പറഞ്ഞാൽ 4 × 4, 3 കൂടെ ഇന്നത്തെ ചേർത്താൽ മതി. അപ്പോൾ ഇത് പോയി. ഇനി 3 ഇത് പൊക്കോളൂല്ലോ. അപ്പോൾ 16ൻ്റെ 3 കഴിഞ്ഞാൽ 48 എന്ന് കിട്ടും നമ്മുടെ ടോട്ടൽ വർക്ക്. ഇനി എഫിഷ്യൻസി എടുക്കാം. 8 × 6 ആണ് 48. ഇനി 12 × 4 കഴിഞ്ഞാൽ 48 കിട്ടും. 16 × 3 ചെയ്താൽ 48 കിട്ടും. ഇനി എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇവരുടെ എഫിഷ്യൻസി ഇവർ 3 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. 3 ദിവസം കൊണ്ട് 48. അപ്പോൾ ഒരു ദിവസം എത്രയാണ്? 16. അപ്പോൾ എ ബി സി ഇവരുടെ കൂടെ ഡിയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 16 കിട്ടുന്നത്. അപ്പോൾ ഡിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും നോക്കി? ഇവരുടെ 3 പേരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 × 4 = 13. 13ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴല്ലേ 16 കിട്ടുന്നത്. അപ്പോൾ ഡിയുടെ എഫിഷ്യൻസി കിട്ടി 3. ഇനി ഈ എഫിഷ്യൻസിയുടെ റേഷ്യോയിൽ ആ പൈസ അങ്ങ് ഡിവൈഡ് കൊടുത്താൽ മതി. അപ്പോൾ നോക്കി, എഫിഷ്യൻസിയുടെ സം എത്രയാണ്? 6 × 4 = 10, 10 × 3 = 13, 13 × 3 = 16. അപ്പോൾ 1200 നമ്മൾ 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി ഡിയുടെ എഫിഷ്യൻസി 3 ചെയ്യുക, എന്നിട്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 വരും, ഇവിടെ 3 വരും. ഇവിടെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 25 വരും. 3 × 9, 9 × 25 ചെയ്യാം. 9 × 25 ചെയ്യുക, 9 × 18, 180, 9 × 45, 225 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് എ ജോബ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ 12 men in 12 days. 12 men 12 ദിവസം നിന്ന് കഴിഞ്ഞാൽ പണി തീരും. ഹൗ മെനി എക്സ്ട്രാ ഡേയ്സ് വിൽ ബി നീഡഡ് ടു കംപ്ലീറ്റ് ദ ജോബ് ഇഫ് 6 men ലീവ് ആഫ്റ്റർ വർക്കിംഗ് ഫോർ 6 days? അതായത് വർക്ക് തുടങ്ങി 6 ദിവസം കഴിയുമ്പോൾ 6 പേര് പോയി. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സമയത്ത് വർക്ക് തീർക്കാൻ എത്ര പേര് എക്സ്ട്രാ വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 12 men 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ടോട്ടൽ വർക്ക്. അപ്പോൾ 12 men 12 ഡേയ്സും കൊണ്ട് 12 ചെയ്ത് കഴിഞ്ഞാൽ 144 മാൻ ഡേയ്സ് കിട്ടും നമ്മുടെ ടോട്ടൽ വർക്ക്. ഇനി നോക്കി, വർക്ക് തുടങ്ങി 6 ദിവസം കഴിഞ്ഞപ്പോൾ 6 men പോയി. അപ്പോൾ ആദ്യത്തെ 6 ദിവസം കൊണ്ട് എത്ര വർക്ക് തീർന്നു? മൊത്തം 12 പേരുണ്ട്. അവർ 6 ദിവസം വർക്ക് ചെയ്താൽ 12 6 72 വർക്ക്. അപ്പോൾ 72 വർക്ക് ഇപ്പോൾ തീർന്നു. മൊത്തം 147. 147 നിന്ന് 72 കുറയ്ക്കുക. 72 × 2 അല്ലേ 147. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബാക്കി 72 വർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ 72 വർക്ക് നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മുടെ എത്ര പേരുണ്ട്? 12 പേരിനകത്തെ 6 പേര് പോയി.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 6 പേരേ ഉള്ളൂ. ഇനി എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കാൻ? 12 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് തുടങ്ങി 6 ദിവസം ഇപ്പോൾ കഴിഞ്ഞു. ഇനി 6 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ 72 വർക്ക് 6 ദിവസമുണ്ട്. അപ്പോൾ അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് വേണമെന്ന് കിട്ടത്തില്ലേ? അപ്പോൾ 72/6 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ 12 ആൾ വേണം നമുക്കിനി വർക്ക് തീരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ഇനി ഒരു 6 പേരും കൂടെ പോരെ? അല്ലെ പിന്നെ ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 72 വർക്ക്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 6 പേരുണ്ട്. 6 പേരുടെ കുറച്ച് പേരും കൂടെ ചേർക്കണം. ഇനി എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്യണം? 6 ദിവസം കഴിഞ്ഞു. ഇനി 6 ദിവസം കൂടെ ഉള്ളൂ. ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 6 ഇങ്ങോട്ട് പോകുമ്പോൾ 12 കിട്ടും. ഇനി അപ്പോൾ x = 6 കിട്ടും. ഓക്കെ, അടുത്തത് 5 men can prepare 10 toys in 6 days working 6 hours a day. ഓക്കെ, ഇത് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ വെച്ച് ചെയ്യാം. 5 men 10 ടോയ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വർക്ക് താഴെ 6 days 6 hour a day equal to then in how many days can 12 men prepare? 12 men prepare 16 toys. അത് വർക്കാണ്, അത് താഴെ എഴുതുക. വർക്കിംഗ് 8 hours a day. 8 hour എത്ര ഡേ ആണെന്നറിയത്തില്ല, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കി, ഇവിടെ 8, ഇവിടെ 16, 2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5 കിട്ടും. 5 കിട്ടിപ്പോയി. 6 ഇങ്ങോട്ട് പോയാൽ 2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3, വേറെ ഒന്നുമല്ലോ. അപ്പോൾ 3 days ഉണ്ട് നമ്മുടെ ആൻസർ. അടുത്തത്, ഇഫ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 18 days, എ ആൻഡ് സി ടുഗദർ ഇൻ 12 days, ബി ആൻഡ് സി ടുഗദർ ഇൻ 9 days, ദെൻ ബി അലോൺ ക്യാൻ ഡു ദ വർക്കിംഗ്. ഓക്കെ, എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 18 ദിവസം കൊണ്ട് വർക്ക് തീരും. എയും സിയും കൂടെ ചേർന്നാൽ 12 ദിവസം കൊണ്ട് വർക്ക് തീരും. ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 9 ദിവസം കൊണ്ട് വർക്ക് തീരും. അതിനാണ് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീരുന്നത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എ ബി, എ സി, ബി സി. എ 2 തവണ, ബി 2 തവണ, സി 2 തവണ. ഇത് ഡേയ്സാണ്. ടോട്ടൽ വർക്ക് ഇവർ LCM ആണ്. അപ്പോൾ LCM എടുക്കാനായിട്ട് ഏറ്റവും വലിയ നമ്പർ എടുക്കുക, 18. 18 പോവും, 9 പോവും. ഇനി 2 കൂടെ ചേർത്താൽ മതി. 18 എന്ന് പറഞ്ഞാൽ 6 × 3, ഇത് 6 × 2. ഒരു 2 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് വെട്ടിപ്പോവും. അപ്പോൾ 18 2 എത്രയാണ്? 36. ഇനി 18 × 2 36 കിട്ടും. 12 × 3 36 കിട്ടും. 9 × 4 36 കിട്ടും. അപ്പോൾ നോക്കി, എയും ബിയും ചേർന്ന് കഴിഞ്ഞാൽ 2 വർക്ക്, എയും സിയും ചേർന്നാൽ 3 വർക്ക്, ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 4 വർക്ക്. ഇതെല്ലാം കൂടെ കൂട്ടുക. 3 2 5, 5 4 9. 9 2 × a + b + c. അപ്പോൾ a + b + c എന്ന് പറഞ്ഞാൽ 9/2, അതായത് 4.5 എന്ന് കിട്ടും. അതായത് എയുടെയും ബിയുടെ സിയുടെ വൺ ഡേ വർക്കിൻ്റെ സമ്മ് 4.5 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി അല്ലേ. അപ്പോൾ എയുടെയും സിയുടെയും വൺ ഡേ വർക്ക് എടുക്കുക 3, എയുടെയും സിയുടെയും വൺ ഡേ വർക്ക് 3. അപ്പോൾ ബിയുടെ എത്രയായിരിക്കും? 1.5 ആയിരിക്കും. അപ്പോൾ അല്ലേ 4.5 വരുന്നത്. അപ്പോൾ ബിയുടെ വൺ ഡേ വർക്ക് എന്ന് പറയുന്നത് 1.5. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 36. ബി ഒരു ദിവസം 1.5 ചെയ്യും. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ബി ചെയ്യും? ഇത് സോൾവ് ചെയ്താൽ മതി. ഇവിടെ 0 ഇടുക, ഇത് പോയി. 15 × 2 ചെയ്താൽ 30, പിന്നെ 6 15 × 4 ചെയ്ത് കഴിഞ്ഞാൽ 60. അപ്പോൾ 24 നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ കൂട്ടർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇത്തിരി ലെവലിലൂടെ കണക്ക് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ.